മച്ചന്മാരെ, നമ്മൾ പുതിയൊരു വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗേറ്റിൻ്റെ വർക്കാണ്. ഈ ഗേറ്റ് എങ്ങനെ തേക്കാക്കാം, അതാണ് നമ്മുടെ ചോയ്സ്. അത് നമ്മുടെ മച്ചാൻ ഗേറ്റൊക്കെ ഒന്ന് തട്ടിത്തൂത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളയുകയാണ്. ബോഡി ഫില്ലർ കൊണ്ട് അതിൻ്റെ എല്ലാ ഗ്യാപ്പുകളും ഒന്ന് അടച്ച് ഫില്ല് ചെയ്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബോഡി ഫില്ലറെല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊന്ന് പേപ്പർ പിടിച്ച് നൈസ് ചെയ്ത് ഗേറ്റ് ഒന്ന് ഫുള്ള് നൈസ് ചെയ്ത് അതിൻ്റെ തരിപ്പൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. പേപ്പർ പൊടി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വെയിലാണ് മച്ചന്മാരെ, ഗേറ്റ് ചെയ്യുന്നിടത്ത് നല്ല വെയിലാണ്. 2-3 ദിവസം കൂടെ നല്ല വെയിൽ കൊള്ളുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ നോക്കണം. നമ്മൾ ഇവിടുന്ന് ഓരോ വീഡിയോ 4-5 ദിവസം നല്ലതുപോലെ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഈ ഒറ്റ ദിവസം ഈ വീഡിയോ എടുത്ത് വിടുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ബോഡി ഫില്ലർ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി ഒന്ന് പേപ്പർ പിടിച്ച് നൈസ് ചെയ്ത് എടുക്കുകയാണ്. മൊത്തത്തിൽ നല്ല വെയിലാണ് മച്ചന്മാരെ, നല്ല വെയിലാണ്. നമ്മൾ വൈറ്റ് പ്രൈമറാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് പ്രൈമറാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. വൈറ്റ് പ്രൈമർ അടിച്ച് കഴിഞ്ഞുള്ള സ്പോട്ടുകളാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ സ്പോട്ടിങ്ങാണ്. ഈ സ്പോട്ടും ഒന്ന് പേപ്പർ പിടിച്ചതിന് ശേഷമാണ് അടുത്ത പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഏകദേശമൊക്കെ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ഫിനിഷിങ്ങിലായി വരികയാണ്. അത് നമുക്ക് ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് നൈസ് ചെയ്ത തരിപ്പൊക്കെ കളഞ്ഞിട്ട് തേക്കിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. തേക്കിൻ്റെ ഫസ്റ്റ് കോട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദാശമില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരിയുക മച്ചാൻ. പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ വർക്ക് എടുത്താൽ വർക്ക് തീർക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യം. അത് വെയിലോ മഴയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടുക്കുന്ന വർക്ക് തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
ഏകദേശം ഫസ്റ്റ് കോട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് തേക്കിലേക്കറിയാം. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ തേക്കിൻ്റെ വരപ്പ് നമുക്ക് ആരംഭിക്കാൻ പറ്റൂ. അപ്പം ഏകദേശം സെക്കൻഡ് കോട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗേറ്റ്. ഇനി നമുക്ക് വരപ്പിലേക്ക് കിടക്കാം. വരപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഫ്സൽ മച്ചാനും സനു മച്ചാനും കൂടിയാണ് ഗേറ്റ് വരയ്ക്കുന്നത്. ദൂരെയൊക്കെ പോയി ചെയ്യുമോ? എവിടെ വേണമെങ്കിലും പോയി ചെയ്യും. നമുക്ക് ദൂരമൊന്നും അടുപ്പമൊന്നുമില്ല. എവിടെ ആരും ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. അത്രേ ഉള്ളൂ. ഏകദേശം വരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗേറ്റിൻ്റെ മേലത്തെ ചട്ടവും കൂടെ വരച്ച് കഴിഞ്ഞാൽ ക്ലിയറിലേക്ക് കടക്കാവുന്നതാണ്. അതായത് ലാസ്റ്റ് പോർഷനാണ് നമ്മുടെ മോട്ടർ ക്ലിയർ. അതും കൂടെ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗേറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിയുന്നതാണ്. അഫ്സൽ വെച്ചാൽ രണ്ടാമത്തെ ഗേറ്റിൻ്റെ ചട്ടവും കൂടി വരച്ച് കഴിഞ്ഞാൽ മറ്റ് ക്ലിയർ അടിക്കുന്നതിലേക്ക് കടക്കാം. ഏകദേശം വരപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗേഴ്സ്. ഇനി നമുക്ക് മാറ്റി ക്ലിയറിലേക്ക് കടക്കുന്നതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഉടനെ അഫ്സൽ മച്ചാൻ ക്ലിയർ അടിക്കാനുള്ള പുറപ്പാടിലാണ്. സാധനം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഫ്സൽ മച്ചാൻ ക്ലിയർ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലിയർ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ക്ലിയർ അടിച്ച് തീർന്നിരിക്കുകയാണ്. വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം.